എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും? അപ്പൊ നമ്മളെ ആൾക്കാർ സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്, എങ്ങോട്ടാന്നല്ലേ. സോ ഫൈനലി എന്താ പറയാ, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി എന്തായാലും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില് നിൽക്കുന്ന ഒരു ഇതിൽ എല്ലാതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ഖത്തറിലേക്കാണ്. സോ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ കാണാൻ വേണ്ടി പോവാണ്. സോ ഐ ആം സോ എക്സൈറ്റഡ്. അപ്പോൾ പെട്ടിക കെട്ടി എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഫൈനലി നമ്മൾ കൊച്ചിയിലാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിൽ നിന്ന്. ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. സെറ്റാണ്. ചെറിയൊരു പേടി ഉണ്ട്, ഉൾഭയം. നോർമലി നമുക്ക് ഫ്ലൈറ്റിന് എത്ര വട്ടം കയറിയതാണെങ്കിലും നമുക്ക് കയറാം. ആ ഒരു ടൈമിൽ നമുക്കൊരു പേടി വെപ്രാളൊക്കെ വരും, സ്വാഭാവികം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂർ അവിടെ എന്താ പറയാ ലേഔട്ട് എന്താ പറയാ ലേഔട്ട് എന്നാണ് പറയാ, കുറെ സമയം വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. കാരണം ഒരു 1 hour ഡിലേ ആയി അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പൊ കുറെ ഇവനെയും കൊണ്ട് ഞാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. സോ എന്തായാലും ഫൈനലി ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മുടെ സെക്ഷനിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. സോ കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ. ഐ മീൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത സമയത്ത് ഇവിടെ വന്ന മെഡിക്കൽ ഉള്ളത് കാരണം എനിക്കൊരു മഞ്ഞപ്പീത്തം പിടിച്ചു ഗൈസ്. സോ അത് പിടിച്ച കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. നമ്മുടെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഒരു മാസത്തിന് ശേഷം വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് ആണ് ഇപ്പൊ പോകുന്നത്. സോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ അന്തം വിട്ട ഒരു കാര്യം, ഇവിടുന്ന് ഞാൻ ഒരു ഓറിയോ ബിസ്ക്കറ്റ് മേടിച്ചു ഗൈസ്. നമ്മൾ പുറത്തുനിന്ന് 30 രൂപ കൊടുത്ത് മേടിക്കേണ്ട ബിസ്ക്കറ്റ് ഞാൻ ഇതിനകത്ത് വന്നിട്ട് 200 രൂപ കൊടുത്തിട്ടാണ് ഗൈസ് ബിസ്ക്കറ്റ് മേടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടു. ഇനിയിപ്പോ നമ്മളൊരു 30 രൂപ ഓക്കെ, ഈ എയർപോർട്ടിൽ പോയ ഒരു 100 രൂപയെങ്കിലും മാക്സിമം, പക്ഷെ 200 രൂപ. സോ ഞാൻ അന്തം വിട്ടുപോയി. അത്രക്കും പൈസയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ പുറത്തുനിന്ന് മേടിക്കണം വിചാരിച്ചതായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മുടെ ആ പേടിയും വെപ്രാളവും കാരണം പുറത്തുനിന്ന് അങ്ങനെ ഒന്നും മേടിക്കാൻ പറ്റില്ല. ഉള്ളിൽ കയറിയിട്ട് കുറെ സമയം ഇതിനകത്തിരിക്കണോണ്ട് തന്നെ വിശക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, പിന്നെ മോനുള്ളതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എയർ ഇന്ത്യ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചു. ഫ്ലൈറ്റിൽ കയറി 4 മണിക്കൂർ ഇവനെയും കൊണ്ട് സെറ്റപ്പ് ചെയ്തെടുക്കണമല്ലോ. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് ക്ലേസും അതുപോലെ ജേർണലിങ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവനെ മാനേജ് ചെയ്തിട്ടുണ്ട്. സംഭവം വേറൊരു കുട്ടിയും കൂടി ഉണ്ടായപ്പോൾ അവർ തമ്മിൽ കുറച്ചൊക്കെ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് അങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ അവനൊന്നും കൂടി ഒരു 4 വയസ്സായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മെച്ചൂർഡല്ല, എന്താ പറയുക, കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് ആണല്ലോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഇവന്റെ പ്രായത്തിലൊക്കെ നമ്മൾ ഏതോ മണ്ണിലും ചിരട്ടയൊക്കെ കളിച്ചിരിക്കുന്ന പ്രായം, ഇവനിത് ഫ്ലൈറ്റ് കയറുന്നത്. സോ കാലം പോയൊരു പോക്കെ. എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി, ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടും ഒക്കെ സെറ്റായിട്ട് വീഡിയോ നമ്മളൊരു കൈയോട്ടാട്ടോ എടുക്കുന്നത്, ട്രൈപ്പോഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ അപ്പത്തിനും കറണ്ട് പോയി ഗൈസ്. സോറി, കറണ്ട് പോയി എന്നല്ല, ഫ്ലൈറ്റിലെ ലൈറ്റ്സ് ഒക്കെ അവർ ഓഫാക്കി. കാരണം ഒന്നാമത് രാത്രിയാണ്. അപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കി. ഐ മീൻ ഉറങ്ങാൻ ഒരു സ്ലീപ്പിംഗ് മൂഡായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ക്യാമറയത്തെ ഫോണിൻ്റെ ലൈറ്റ് ഫ്ലാഷ് അടിച്ചിട്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു തേങ്ങയും കാണാണ്ടായിരുന്നില്ല. പിന്നെ 4-4.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഒരു 4-4.25 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. സോ ഖത്തർ അടിപൊളിയാണ് കേട്ടോ. ഐ മീൻ അവരുടെ ലൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ അടിപൊളിയാണ് എല്ലാവരും പറയണേക്കാം. സോ രാത്രി ഇറങ്ങിയപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും രാത്രി തന്നെയായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ നൈസായിരുന്നു. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു. പെട്ടിയും കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് ഡിലേ ആയിരുന്നു, ബട്ട് സ്റ്റിൽ കിട്ടി, പെട്ടെന്ന് ഞാൻ കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ
വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്ക് വേണ്ടിയിട്ട്. സോ എല്ലാ വീഡിയോസിലും നമ്മൾ കാണാറുള്ളത് ആള് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വണ്ടി ഉന്തി വരുമ്പോൾ നമുക്ക് സംഭവങ്ങളൊക്കെ ഇതായിരുന്നു. പക്ഷേ ഇവിടെ നേരെ മറിച്ചായിരുന്നു ഗൈസ്. ഞങ്ങളാണ് അവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബൊക്കയും പൂവും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അതാണ് ട്രെൻഡിങ്. സോ അതൊന്നും വേണ്ട, അതിന് പകരം എന്തെങ്കിലും തിന്നാനുള്ളത് എന്തെങ്കിലും കൊടുത്താൽ മതി, കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മിഠായി ആയിരുന്നു, ചോക്ലേറ്റ്സ് ബബ്ലി, അതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുന്ന് അത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. ചെറിയ പൊട്ട കഴിച്ചിട്ടാണ്. പിന്നെ നമുക്ക് വിശന്നപ്പോൾ ഞങ്ങളൊരു സഫാരി കയറിയിട്ട് ഒരു ജ്യൂസ് മേടിച്ചു. അവിടെ പോയപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. 11 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഒന്നും മേടിച്ചില്ല. പിന്നെ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. സോ അവിടെ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസും അതുപോലെ ഒരു ബാർബിക്കും പറഞ്ഞു കേട്ടോ. സംഭവം നല്ല അടിപൊളി ഫുഡ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഫ്രൈഡ് റൈസൊക്കെ നൈസായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇനി ഇവിടെ വന്ന് റൂം കാര്യങ്ങളും അതൊക്കെ ഞാൻ വഴി പോലെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ.